നമസ്കാരം. ഭാഗവത കഥകൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ലീലാപദാനങ്ങളെ, ലീലാവിലാസങ്ങളെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു പുരാണമാണ് അത്. അത് രചിച്ചത് വേദവ്യാസനാണ്. മഹാപണ്ഡിതനായിരുന്ന വേദവ്യാസൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം കൂടിയാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാണല്ലോ 4 യുഗങ്ങൾ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. ദ്വാപരയുഗ അവസാനിച്ച ശേഷമാണ് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തോടു കൂടി അതിനുശേഷം ആണ് കലിയുഗം ആരംഭിക്കുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ധർമ്മം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, അധർമ്മം ലോകത്ത് കൊടികുത്തി വാഴുന്നു. ഇത് കണ്ട് വേദവ്യാസൻ വളരെയധികം ദുഃഖാകുലനായി. ഈ കലിയുഗത്തിൽ ധർമ്മം ലോകത്തിൽ നിലനിൽക്കുന്നില്ല, അതിനൊരു മാറ്റം വരണം. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ധർമ്മം പ്രചരിപ്പിക്കണം. അതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 4 വേദങ്ങൾ രചിച്ചു. വേദം നമുക്കറിയാം ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവാണ്. ആ അറിവിനെ 4ആയിട്ട് വിഭജിച്ച് 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങൾ വ്യാസൻ രചിച്ചു. അതുകൊണ്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അദ്ദേഹം അതിനെ ആധാരമാക്കി, അതിനെ വിഭജിച്ചുകൊണ്ട് 18 പുരാണങ്ങൾ രചിച്ചു. ഈ 18 പുരാണങ്ങൾ രചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം ഏത് സാധാരണക്കാരനിലും അത് എത്തിച്ചേരണം. പണ്ഡിതന്മാർക്ക് മാത്രമല്ല, ഏത് സാധാരണക്കാരനും ആ നോളജ്, അറിവ് എളുപ്പത്തിൽ ഗ്രഹിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ സാധാരണക്കാരെ രസിപ്പിക്കാനായിട്ട് വളരെയധികം രസകരമായ കഥകൾ കൂടി അദ്ദേഹം അതിനകത്ത് എഴുതി ചേർത്തു. അങ്ങനെയാണ് 18 പുരാണങ്ങളുണ്ടായത്. ഈ 4 വേദങ്ങളും 18 പുരാണങ്ങളും ഉണ്ടായിട്ടും, രചിച്ചു കഴിഞ്ഞിട്ടും വേദവ്യാസന് തൃപ്തിയായില്ല. അദ്ദേഹം അങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോൾ ഒരു ദിവസം നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. നാരദ മഹർഷിയോട് അദ്ദേഹം തൻ്റെ ദുഃഖത്തിനുള്ള കാരണം പറഞ്ഞു. നാരദ മഹർഷിയാണ് വേദവ്യാസന് പറഞ്ഞു കൊടുത്തത്, ധർമ്മത്തെ ഉദ്ധരിക്കുന്നതിന് വേദപഠനം എന്നുള്ളത് ഒരു ജ്ഞാനമാർഗമാണ്. അത് ഈ കലിയുഗത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല. കലിയുഗത്തിൽ പ്രസക്തിയും പ്രാധാന്യം എന്താണ്? ഭക്തിമാർഗത്തിനാണ്. അപ്പോൾ ഭക്തിയിൽ അധിഷ്ഠിതമായ, ഭക്തി സംവർദ്ധകമായ ഒരു പുരാണം രചിക്കുക. അത് വായിച്ചും കേട്ടും ജനങ്ങളിൽ ഭക്തി ഉണ്ടാകണം. ആ ഭക്തിയിലൂടെയാണ് മാത്രമേ കലിയുഗത്തിൽ ജനങ്ങൾക്ക് മോക്ഷം നേടാനായിട്ടുള്ള മാർഗമുള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഗ്രന്ഥം എന്നുള്ള രീതിയിലാണ് ശ്രീ മഹാഭാഗവതം രചിച്ചത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ രസിക്കുന്ന, വളരെ ഇഷ്ടപ്പെട്ട കഥകളും ഒക്കെ ചേർത്ത് രചിക്കുന്ന ആ പുതിയ ഗ്രന്ഥം, അതിനെ മഹാഭാഗവതം എന്ന് പേരിടുകയും അതിന് എന്തായിരിക്കണം വിഷയം എന്നുള്ളത് സജസ്റ്റ് ചെയ്ത് അത് ആശയം മുന്നോട്ട് വെച്ചത് തന്നെ നാരദ മഹർഷിയാണ്. സാക്ഷാൽ ശ്രീനാരായണൻ്റെ ലീലാപദാനങ്ങൾ, ലീലാവിലാസങ്ങൾ അതിനെ വിവരിക്കുന്നതായിരിക്കും. അതിനെ ഒരു മുഖ്യ വിഷയമായി സ്വീകരിച്ചുകൊണ്ട് ഒരു പുരാണം രചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന നാരദ മഹർഷിയുടെ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ടാണ് വേദവ്യാസൻ ശ്രീ മഹാഭാഗവതം രചിച്ചത്. ഈ ഭാഗവതം ആദ്യമായിട്ട് പഠിച്ചത്, അത് അവതരിപ്പിച്ചത്, പണ്ഡിതന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചത് വ്യാസൻ്റെ മകനായിട്ടുള്ള ബ്രഹ്മർഷിയായിരുന്ന ശുഗൻ തന്നെയാണ്. ആ ശുഗൻ അത് പരീക്ഷിത്ത് മഹാരാജാവിന് ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിലാണ് 7 ദിവസം കൊണ്ട് അദ്ദേഹം ഭാഗവതം ചൊല്ലിക്കേൾപ്പിച്ച് വ്യാഖ്യാനിച്ച്
പറഞ്ഞു കൊടുത്തത്. അതാണ് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിലാണ് ഭാഗവതം വായിച്ച് കേൾപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ആരായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്? അദ്ദേഹത്തിന് ശുഗബ്രഹ്മർഷി, വേദവ്യാസൻ്റെ മകനായ ശുഗൻ, ഭാഗവതം വായിച്ച് കേൾപ്പിക്കാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. അത് നമുക്കറിയാം അടുത്ത 2ാമത്തെ അധ്യായത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.